വിശക്കുന്നോ? ഇടിയപ്പം തട്ടെ. നൂഡിൽസ് ആയാലോ? ഓക്കെ, സെറ്റാക്കി തരാം. പൊക്കോ. അഭിനയിക്കാൻ അറിഞ്ഞൂടാത്ത കൊരങ്ങൻ. ഗൈസ്, അപ്പം എൻ്റെ മോൻ്റെയും അഭിനയം ഫ്ലോപ്പായ സ്ഥിതിക്ക് ഇനിയിപ്പം പാചകം ഫ്ലോപ്പാവുമെന്ന് അറിയത്തില്ല. നമുക്ക് ഏതായാലും ലെഫ്റ്റ് ഓവർ ഇടിയപ്പം കൊണ്ട് നൂഡിൽസ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം നമ്മൾ ഒരു പാത്രത്തിൻ്റെ അകത്ത് ഇതുപോലത്തെ ചെറിയൊരു കഷ്ണം ബട്ടർ ഇട്ടിട്ട് അതിൻ്റെ ബട്ടർ ചൂടായതിനു ശേഷം നമ്മൾ ഈ പറയുന്ന വെളുത്തുള്ളി, ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, കയ്യിലുള്ള എല്ലാ പച്ചക്കറിയും ഇട്ടു. ഒരു കുഴപ്പമില്ല. വീട്ടിൽ ഇത്രയും മാത്രം ഉണ്ടായിരുന്നുകൊണ്ട് ഇത് ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് ഞാൻ ഈ ഉള്ളിയും നമ്മുടെ മല്ലിയിലയും ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, ഇഷ്ടമുള്ള പച്ചക്കറികൾ ഉപയോഗിച്ചോ. പിന്നെ ചെറിയൊരു ഫ്ലേവർ, ചൈനീസ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് വാനില സോയ സോസും ഒരേഗാനയും ചില്ലി ഫ്ലേക്സും ഇട്ടിട്ടുണ്ട്. അപ്പം പിന്നെ ഒരു ടേസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനും ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒക്കെ കുഞ്ഞിലേ ഇല്ലേ അമ്മമാർ, എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, വീട്ടിലുള്ള ഫുഡൊക്കെ തന്നു കഴിഞ്ഞാൽ പിള്ളേരങ്ങ് തിന്നോളും. പക്ഷേ നമ്മുടെ കുട്ടികൾ അങ്ങനെയല്ല. അവർക്ക് എന്തുണ്ടാക്കി കൊടുത്താലും വേണ്ട. അങ്ങനെ ഉണ്ടാക്കി ഇടിയപ്പം വേണമെന്ന് പറഞ്ഞാൽ രാവിലെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഇടിയപ്പമാണ്. കുറച്ച് ഉച്ചയൊക്കെ ആയപ്പോൾ അത് വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട. അപ്പം കിട്ടിയൊരു ഐഡിയ ആണ് ലെഫ്റ്റ് ഓവർ ഇടിയപ്പം വെച്ചിട്ട് ന്യൂഡിൽസ് ഉണ്ടാക്കിയാലോ എന്ന്. അങ്ങനെ ന്യൂഡിൽസിൻ്റെ ലുക്കൊന്ന് കംപ്ലീറ്റ് ആകാൻ വേണ്ടി മുട്ടയും കൂടെ വറുത്ത് ചേർക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ആ പാത്രത്തിൽ തന്നെ മുട്ടയും പൊട്ടിച്ച് ഇങ്ങനെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് റിസൾട്ട് നോക്കാം. ഹലോ ഗൈസ്, അപ്പം ഇതേണ്ടേ നമ്മുടെ ഇടിയപ്പം നൂഡിൽസ് ഈസ് റെഡി. സ്മെല്ലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് കഴിച്ച് നോക്കാം. എനിക്കറിയത്തില്ല കഴിച്ചിട്ട് ഇതെങ്ങനെ ഇരിക്കുമെന്ന്. ഞാൻ ആ ചെറുക്കനെ കൊണ്ട് കഴിപ്പിക്കാത്ത എന്താണെന്നറിയാമോ? ടൊമാറ്റോ സോസ് ഇല്ല. അവൻ ടൊമാറ്റോ സോസ് ഇല്ലാതെ കഴിക്കത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഞാൻ ടൊമാറ്റോ സോസ് വേണമെന്ന് നിർബന്ധമില്ല. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ലുക്ക് വൈസ് ഓക്കെയാണ്, പക്ഷെ ഇത് കഴിക്കുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ശരിക്കും ശരിക്കും ഫ്രൈഡ് റൈസ് അല്ല, പക്ഷേ നൂഡിൽസ് അല്ല ഫ്രൈഡ് റൈസിനെ പോലെ തോന്നിക്കുന്നത്. നൂഡിൽസിൻ്റെ ടേസ്റ്റ് അല്ല, പക്ഷേ ഫ്രൈഡ് റൈസ് കറക്റ്റ് ഫ്രൈഡ് റൈസ് പോലെ തന്നെ ഗൈസ്. നിങ്ങളിത് ഡെഫിനറ്റ്ലി ഇടിയപ്പം കൊണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ എനിക്കത് മനസ്സിലായത്. ഓക്കെ, എൻ്റെ മോൾ അവിടെ ഭയങ്കര ബഹളമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, ദാറ്റ്സ് ഓക്കെ. പക്ഷേ ഗൈസ് പുളിയായിട്ടുണ്ടോടാ. പക്ഷേ ആക്ടിങ്ങിൽ എനിക്ക് കഴിയുമെങ്കിലും ഫുഡ് എക്സ്പെരിമെൻറ്റിൽ എനിക്ക് കഴിയുന്നുണ്ട്. This is too good guys. I just loved it. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്തിരിക്കണം ഇതെങ്ങനെ ഉണ്ടായിരുന്നു. എനിക്കറിയത്തില്ല, ചിലപ്പോൾ മിക്ക ആൾക്കാർ ഇത് ചെയ്യുന്നതായിരിക്കാം. പക്ഷേ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്തത്. ഐ ആം ഇൻ ലവ് വിത്ത് ദിസ് റെസിപ്പി. ഐ എം ലൈക്ക് ഷോക്ക്ഡ് ഗൈസ്. എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് കഴിച്ചിട്ട് ഇതിൻ്റെ റിവ്യൂ പറയാമേ. മനസ്സിലായി ബാ ഏട്ടാ, ഇതൊന്ന് കഴിച്ചിട്ടെന്ന് പറഞ്ഞേ. ഇടിയപ്പം കൊണ്ട് ഫ്രൈഡ് റൈസ്. ആടാ, ഞാനും നൂഡിൽസ് ആണെന്ന് ചോദിച്ചപ്പോൾ പക്ഷേ ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് അല്ലേ കൊള്ളാല്ലേ? ഇത് ശരിക്കും സൂപ്പർ ആട്ടാ ഗൈസ്. എൻ്റെ മോക്ക് പിന്നെ നൂഡിൽസും ഫ്രൈഡ് റൈസിൻ്റെ ഡിഫറൻസ് അറിയാത്തോണ്ട് കുഴപ്പമില്ല. നമുക്കറിയാം, പക്ഷേ അങ്ങനെ അത്രയും ശരിയാവില്ല എന്ന് തോന്നിക്കും. ബട്ട് ഗൈസ് ദിസ് ഈസ് അമേസിംഗ്. നമ്മൾ ടൊമാറ്റോ സോസ് ഇല്ലാതെ കഴിച്ച് നോക്ക്. സൂപ്പർ. എങ്ങനെയുണ്ട്? ശരിക്കും നല്ലല്ലേ? ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് ഇല്ലേ? ഇതെന്താണെന്ന് അറിയാം, ഫേസ് ഇങ്ങനെ ക്യാരറ്റും കൂടെ വായിച്ചെന്നത് അവൻ ഇഷ്ടപ്പെട്ടില്ല. ഇനി അത് അരിച്ചിറക്കാൻ ഇളക്കാൻ നോക്കും. സോ ദിസ് ഈസ് എ ബിഗ് തംസ് അപ്പ് ഗൈസ്. യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ദിസ് അറ്റ് യുവർ ഹോം. ആൻഡ് ഈ നേരത്തെ പറഞ്ഞ കമന്റ് സെക്ഷൻ നിങ്ങൾ അറിയിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന്. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഡു നോട്ട് ഫർഗെറ്റ് ടു ഹിറ്റ് എ ലൈക്ക് ബട്ടൺ, സബ്സ്ക്രൈബ് ദ ചാനൽ, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ ഉടായ്പ് ഫുഡിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അവർക്കത് നിങ്ങളിത് ഡെഫിനറ്റ്ലി ഫോർവേഡ് ചെയ്യണം. നിങ്ങൾക്ക് ഇതിനകത്ത് ക്യാബേജ്, ഫ്രൈഡ് റൈസിന് വേണ്ട എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എൻ്റെ ഇത്രയും സാധനങ്ങളുണ്ടായിരുന്നു. സോ ഐ ഡിഡ് ദാറ്റ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.